ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അംനാസ് വേൾഡ്. ആദ്യം ഗേസ് ഈ വീഡിയോൻ്റെ പ്രത്യേകത പറഞ്ഞതാണ്. ഇത് എനിക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ നാത്തൂനും എൻ്റെ കസിനും കൂടി ഞാനില്ലാത്ത ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഗേസ്. എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അവർ എനിക്ക് വിട്ടുതന്നു. എന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തന്നു ഗേസ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ ഒരു ചിക്കനൊക്കെ എടുത്ത് നല്ല വൃത്തിയായി കഴുകി, പിന്നെ അതിലേക്ക് നല്ല മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾ, നാരങ്ങ നീരൊക്കെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിലേക്കുള്ള ഉള്ളി, തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചു. പിന്നെ വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിലേക്ക് ഇടുന്നത്. അതിന് പിന്നെ ഒരു ചട്ടി വെച്ചു, വെളിച്ചെണ്ണ പാർന്നു. പിന്നെ അതിലേക്ക് ചീരുള്ളി, വല്ലുള്ളി പോലുള്ള ഇതൊക്കെ ഇട്ട് നല്ലോണം വാട്ടി. നല്ല വാടി വന്നപ്പോൾ അവരേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം അരച്ച് വെച്ചിരുന്നു, അത് ഇട്ടു. പിന്നെ നല്ലോണം മിക്സാക്കിയാണ്ട് അത് വാടുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരുന്നു. തീ ലോ ഫ്ലെയിമിലാണ്. അത് മറക്കണ്ട. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ്. അടിപൊളിയാണ് ചിക്കൻ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നതാണ്. പിന്നെ 2 തക്കാളി എടുത്തു പറഞ്ഞു, അത് ചെറുതാക്കി എരിഞ്ഞു. എന്നിട്ട് പിന്നെ അത് മൂത്ത് വാടി വരുമ്പോൾ അവരേക്ക് മുളക് പൊടി, പിന്നെ അതുപോലെയുള്ള സ്പൈസസുകളൊക്കെ ചേർക്കാൻ തുടങ്ങി. ആദ്യം ഇട്ടത് മുളക് പൊടിയാണ്. പിന്നെ അവരേക്ക് കുരുമുളക് പൊടി ഇട്ടു. കുറച്ചീശെ ഇടണുള്ളൂ കേട്ടോ, കുറച്ചീശെ ഇട്ടാൽ മതി. പിന്നെ അവരേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തു. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല, പിന്നെ നല്ല ജീരകം പൊടിച്ചതാണ് തോന്നുന്നു കേസ്, എനിക്കറിയില്ല. വോയിസ് ഓവർ ചെയ്തപ്പോൾ ഞാൻ മറന്നു എന്തൊക്കെ പൊടിയാണുള്ളത്. പിന്നെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് നല്ല പച്ചമണം അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവരേക്ക് ചൂടുവെള്ളം ഉണ്ടായിരുന്നു, ചൂടുവെള്ളം പാർന്നു ഗേസ്. എന്നിട്ട് പിന്നെ അത് നല്ലോണം മിക്സാക്കിയിട്ട് തീ നല്ലോണം കൂട്ടി വെച്ചു. തീ കൂട്ടി വെച്ചാണ്ട് ആ കറി നല്ലോണം തിളച്ചപ്പോൾ അവരേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കന് ചേർക്കാൻ തുടങ്ങി. പിന്നെ അതിലേക്ക് ചിക്കനെല്ലാം ഫുള്ള് ഇട്ടു. പിന്നെ അതൊന്ന് കറി ഒന്ന് മിക്സാക്കിയ ശേഷം കറി തിളക്കാൻ നോക്കി. പിന്നെ അത് അടച്ച് വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നല്ല തിളച്ച് വന്നപ്പോൾ നല്ല കരിവേപ്പില ഇട്ടു. ഇതാണ് ഗൈസ് നമ്മുടെ ചിക്കൻ കറി. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാം ട്രൈ ചെയ്യണേ.